الرحيم. الحمد لله رب العالمين، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين، وبعد. عن عائشة رضي الله عنها قالت: قلت يا رسول الله أرأيت إن علمت أي ليلة ليلة القدر ما أقول فيها؟ قال: قولي اللهم إنك عفو تحب العفو فاعف عني. റവാഹു തിർമിദി ഹദീദുൻ ഹസൻ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, റമളാന്റെ അവസാന ദിവസങ്ങൾ തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റവാഹുൽ ബുഖാരി. റമളാന്റെ അവസാനത്തെ പത്തുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ ഇജ്തഹിദു, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ അനുഭവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് റബ്ബിനോട് ചോദിക്കണം? റബ്ബിൽ നിന്നും ലഭിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം. എന്ത് ഞാൻ ചോദിക്കണം? ഖാല ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ. നീ പറയണം അല്ലാഹുമ്മ. ഖാലു അല്ലാഹുമ്മ യാ അല്ലാഹ്, യാ അല്ലാഹ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവരിക യാ അല്ലാഹ്, യാ ഹർഫുൻ നിദാ, അല്ലെങ്കിൽ അസ്അലുക ബി അസ്മാഇക്കൽ ഹുസ്ന വസിഫാതിക്കൽ ഉല്യ. അല്ലാഹുമ്മ അല്ലാഹുമ്മ എന്ന് വിളിക്കുമ്പോൾ അല്ലാഹുവേ, നിന്റെ അസ്മാക്കൾ കൊണ്ടും നിന്റെ സിഫാത്ത് കൊണ്ടും നിന്നോട് ചോദിക്കുന്നു. ഇന്നക ഇന്നക അൻത, നീ തീർച്ചയായിട്ടും അഫു, കദീറുൽ അഫു, ഹുവല്ലദീ യംഹു അസ്സയ്യിആത്ത് വതർക്കുൽ മുജാസാത്ത്. എന്താണ് അഫുവിന്റെ അർത്ഥം? ഇദസ്തഹഖത് ഉഖൂബത്തുൻ ഫതറക്തഹാ വലം തുആഖിബുഹു അലൈഹാ ഫഖദ് അഫൗത അൻഹു. ഇദസ്തഹഖത് ഉഖൂബതൻ ഫതറക്തഹാ വലം യുആഖിബുഹു അലൈഹാ ഫഖദ് അഫൗത അൻഹു. കൊലപാതകം ചെയ്തവനെ ശിക്ഷിക്കാൻ വിധിക്കപ്പെടുമ്പോൾ അവന്റെ ബന്ധുക്കൾ അഫുവിനെ കൊടുക്കും. ശിക്ഷ വേണ്ട, അവനെ വെറുതെ വിടാൻ. അല്ലാഹു തആല ഗഫൂർ, അല്ലാഹു തആല ഹലീം, അല്ലാഹു തആല സത്താർ, അല്ലാഹു തആല അഫു. ഗഫൂർ, പുറത്തു കൊടുക്കുന്നവൻ. ഹലീം, പാപം ചെയ്യുന്നവന് സമയം കൊടുക്കും. അവൻ നിസ്കരിച്ചോട്ടെ, അവൻ അല്ലാഹുവിലേക്ക് മടങ്ങട്ടെ. അവൻ സത്താർ, അദാബ് ഇറങ്ങാതെ അവൻ കാത്തു സൂക്ഷിക്കുന്നവൻ. ഇവിടെ അഫു എന്താണ്? അഫു ഒരുപാട് പാപങ്ങൾ ചെയ്ത് ആ പാപങ്ങൾക്ക് ശിക്ഷ നിർബന്ധമായവർക്ക് ആ പാപങ്ങളെ മാറ്റി അവർക്ക് മോചനം കൊടുക്കുന്നവൻ. ഖാലൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി സഫ്ഹു അനിദ്ദുനൂബി വതർക്കുൽ മജാസാത്തിൽ മുസീ. അവൻ ശിക്ഷിക്കാതെ രക്ഷിക്കുന്നവനെയാണ് അല്ലാഹു തആലയെ അഫൂ എന്ന് പറയുന്നത്. വഹുവൽ അഫൂ ഫഅഫൂഹു വസിഅൽ വറാ ലൗലാഹു ഗാറൽ അർദു ബിസ്സുക്കാനി. അല്ലാഹു അഫൂ, അവന്റെ ആ ശിക്ഷിക്കപ്പെടേണ്ടവനെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന സ്വഭാവം ഇല്ലാതിരുന്നുവെങ്കിൽ ഈ ഭൂമി തന്നെ മനുഷ്യൻ ചെയ്യുന്ന പാപം കാരണമായിട്ട് എടുത്ത് വിഴുങ്ങിയനെ. സുബ്ഹാനല്ലാഹ്. വസ്തുക്കൾ പോലും, ജീവരാശികൾ പോലും, പക്ഷികൾ കൂട്ടിലിരുന്ന് ചത്തുപോകുമെന്ന് ഹദീസ് ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആയിരക്കണക്കിന് മൈലുകൾ പോകുന്ന പക്ഷികളുണ്ട്. ആ പക്ഷികൾ മനുഷ്യന്റെ പാപം കാരണമായിട്ട് കൂട്ടിലിരുന്ന് മരിച്ചു പോകും. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓതേണ്ട ദുആ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, അതിൻ്റെ അർത്ഥം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഏറ്റവും റബ്ബിനോട് ചോദിക്കേണ്ടത് മാപ്പ് തന്നെയാണെന്നർത്ഥം. അള്ളാഹുവിൽ നിന്നും ഏറ്റവും വാങ്ങിക്കേണ്ടതും
മാപ്പ് തന്നെയാണെന്നർത്ഥം. ലൈലത്തുൽ ഖദറിന്റെ ഈ വലിയ രാത്രിയിൽ ഞാൻ എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തുവെങ്കിൽ അതിൻ്റെ അർത്ഥം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ വലിയ രാത്രി ദുആന്റെ രാത്രിയാണെന്ന് മനസ്സിലാക്കുക. അന്ന് ചോദിക്കേണ്ടത് മാപ്പ് ചോദിക്കൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും മാപ്പ് കിട്ടൽ തന്നെയാണ് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ, ഫാക്ക് ലമ്മാണ് കേട്ടോ, ഫാക്ക് ലമ്മ് അള്ളാന്റെ പേര്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, രണ്ടാമത്തെ ഫാക്ക് സുക്കൂൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ ശിക്ഷിക്കേണ്ടവനെ രക്ഷിക്കുന്നവനാണ് റബ്ബേ. തുഹിബ്ബുൽ, അത് അങ്ങനെയുള്ള അതിനെ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ. മാപ്പ് കൊടുക്കുന്നവനെ ഇബാദത്തിൽ കൂടി അള്ളാഹുവിലേക്ക് അടുത്താൽ നീ മാപ്പ് കൊടുക്കുന്നവനാണ് ഫഅഫു അന്നി. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പള്ളിയിൽ കയറുമ്പോൾ ലാ യുറദ്ദു ദുആ ബൈനൽ അദാനി വൽ ഇഖാമ, സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ കാത്തിരിക്കുന്ന ഈ ചെറിയ സമയം ലാ യുറദ്ദു ദുആ ബൈനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദുആക്ക് ഇജാബത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കുക. കാരണം ഒന്ന് ഇന്തിദാറു സലാ ബഅദ സലാ ദാലികുർ റുബാത്ത്, നമസ്കാരം കഴിഞ്ഞിട്ട് വേറൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നവൻ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവനെ പോലെ. രണ്ടാമത്തേത് ബൈത്തുല്ലാ, പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മൂന്നാമത്തേത് റമളാൻ മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നാലാമത്തേത് നമസ്കാരത്തെ കാത്താണ് നമ്മൾ ഇരിക്കുന്നത്. അഞ്ചാമത്തേത് നമ്മൾ കളയല്ല ഈ ചെറിയ സമയങ്ങൾ പള്ളിയിൽ കയറിയാൽ അള്ളാഹുവിനോട് ചോദിക്കൂ, ലാ യുറദ്ദുൽ ഖളാ ഇല്ല ദുആ, എല്ലാ ഖളായും ഖദറാവാതെ തടയുവാൻ വിധിയുള്ളത് ദുആ മാത്രമാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. اللهم رب جبريل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا يختلفون. اللهم اهدنا لما اختلف فيه من الحق إنك تهدي من تشاء إلى صراطك المستقيم. اللهم اجعل خير أعمارنا آخره وخير أعمالنا خواتمه وخير أيامنا يوم نلقاك. اللهم إنا نسألك عيشة تقية وميتة سوية ومردا غير مخز ولا فاضح. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار واكفنا واصرف عنا شر الأشرار. اللهم ثبتنا على نهج الاستقامة. اللهم اعذنا من موجبات الندامة يوم القيامة. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم والنار. يا غفور يا غفار يا كريم يا ستار. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، أن تغفر لنا وترحمنا. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنيانا وفي أهلنا وأموالنا. اللهم استر عوراتنا وآمن روعاتنا. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا، ونعوذ بعظمتك أن نغتال من تحتنا. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع
ومن دعوة لا يستجاب لها. اللهم إنا نسألك أن تجعل كل قضاء تقضيه لنا خيرا. اللهم إنا نسألك أن تجعل كل قضاء تقضيه لنا خيرا. اللهم إنا نسألك أن تجعل كل قضاء تقضيه لنا خيرا. اللهم اجعل هذا البلد آمنا مطمئنا رخاء وسخاء وسائر بلاد المسلمين. اللهم احفظ البحرين، احفظ ملكها وعلماءها وأمراءها وشعبها ومقيميها يا ذا الجلال والإكرام. اللهم انصر إخواننا المجاهدين في سبيلك في كل مكان. اللهم انصرهم على أعدائك وأعدائهم يا ذا الجلال والإكرام. اللهم إنا نجعلك في نحور أعدائهم ونعوذ بك من شرور أعدائهم. اللهم هذا الدعاء وعليك التكلان، لا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر لنا وارحمنا ولوالدينا، رب ارحمهم كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.